Good morning all. Application of derivatives എന്ന ചാപ്റ്ററിലെ എട്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തേർഡ് ആപ്ലിക്കേഷൻ അപ്രോക്സിമേഷൻസ് ബൈ ഡിഫറൻഷ്യൽസ് എന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചായിരുന്നു. അതിന്റെ ഡിഫറൻഷ്യൽ, വാട്ട് ഈസ് ഡിഫറൻഷ്യൽ ഓഫ് y എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡിഫറൻഷ്യൽ ഓഫ് y ഈസ് ഡിനോട്ടഡ് ബൈ dy and it is given by dy is equal to dy by dx into delta x, അല്ലെങ്കിൽ dy is equal to f dash x into delta x എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ രണ്ട് രൂപത്തിൽ നമുക്ക് dy, രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. dy by dx എന്ന് പറഞ്ഞാൽ f dash x തന്നെയാണല്ലോ. ഇതിന് പറയുന്ന പേരാണ് dy is called differential of x, delta x is called differential of x, dy is called differential of y, delta x is called differential of x. Delta x is exactly equal to dx, but dy ഒരിക്കലും delta y അല്ല. delta y എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y ആണ്. dy എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഓഫ് y ആണ്. dy means differential of y, that means approximate change in y. delta y means exact change in y. അതാണ് അത് നമ്മുടെ ഡിഫറൻസ്. ബട്ട് as delta x is very small, dy is approximately equal to delta y. അപ്പൊ delta y ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ dy ആണ് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 7 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളും അതിനെ തുടർന്ന് 8 മുതൽ 11 വരെയുള്ള അസൈൻമെന്റുമാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 7 അസൈൻമെന്റ്സ് ഞാൻ തന്നിരുന്നു. അതിന്റെ ബാക്കിയുള്ള അസൈൻമെന്റ്സുമാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടി അപ്രോക്സിമേഷൻസ് എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്യും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 7. Find the approximate value of f of 3.02 where f of x is equal to 3x square plus 5x plus 3. നോക്കൂ, നിങ്ങൾ f of 3.02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഫംഗ്ഷൻ f of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 1 എന്ന് കൊടുക്കുന്നു അല്ലെ. f of 3 ആണെങ്കിൽ വെരി ഈസി ആയിരുന്നു. f of 3 മീൻസ് 3 into 3 square plus 5 into 3 plus 3. ഈ എക്സിന്റെ പൊസിഷനിൽ നമ്മൾ 3 എന്ന് കൊടുത്താൽ f of 3 കിട്ടും. ഇപ്പൊ f of 3.02 എന്തായിരിക്കും? f of 3.02 മീൻസ് എക്സിന്റെ പൊസിഷനിൽ 3.02 എന്ന് കൊടുക്കണം. അപ്പൊ 3 into 3.02 സ്ക്വയർ പ്ലസ് 5 into 3.02 പ്ലസ് 3 അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് ഇത്തിരി റിസ്ക് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യൽസ് എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഈ f of 3.02 ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ x സെലക്ട് ചെയ്യാണ്, പിന്നെ ഒരു ഡെൽറ്റ എക്സും സെലക്ട് ചെയ്യണം. x നമ്മൾ 3 ആയിട്ട് സെലക്ട് ചെയ്യും. ഡെൽറ്റ എക്സ് ഇസ് ഇക്വൽ ടു 0.02. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ചെയ്താൽ നമുക്ക് 3.02 കിട്ടണം. കണ്ടോ, 3യും 0.2 0.02 ചേർന്നാൽ 3.02. ക്ലിയർ. ഇനി ഇവിടുത്തെ ഫംഗ്ഷൻ ഏതാണ്? 3x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 3. നമുക്ക് ഡെറിവേറ്റീവ് ആവശ്യം ഉണ്ടാവും. വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ്? നിങ്ങളൊന്ന് പറയൂ ആൻസർ. എഫ് ഡാഷ് എക്സ്, യെസ്, എഫ് ഡാഷ് എക്സ് ഇസ് ഇക്വൽ ടു 6x പ്ലസ് 5 എന്ന് കിട്ടും. എഫ് ഡാഷ് എക്സ് ഇസ് ഇക്വൽ ടു 6x പ്ലസ് 5. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എഫ് ഓഫ് 3യുടെ വാല്യൂ നമുക്ക് അറിയണം. വാട്ട് ഈസ് എഫ് ഓഫ് 3? നിങ്ങൾ പറയൂ എഫ് ഓഫ് 3. 3 into 3 square plus 5 into 3 plus 3. ഇതാ ഇവിടെ എക്സിന്റെ പൊസിഷനിൽ നമ്മൾ 3 എന്ന് കൊടുത്താൽ എഫ് ഓഫ് 3 കിട്ടും. സോ വാട്ട് ഈസ് എഫ് ഓഫ് 3? 45 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഒരു കാര്യം നമ്മൾ ബേസിക്കലായിട്ട് മനസ്സിലാക്കേണ്ടത്, എഫ് ഓഫ് 3.02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 3 45 ആയതുകൊണ്ട് എഫ് ഓഫ് 3.02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45നേക്കാൾ ഒരു അല്പം കൂടുതലായിരിക്കും. 45 പ്ലസ് സംതിങ് ആയിരിക്കും ആൻസർ എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, therefore f of 3.02 എന്തായിരിക്കും? 45നേക്കാൾ ഒരു അല്പം കൂടുതലായിരിക്കും. f of 45 പ്ലസ് ഡെൽറ്റ വൈ. ഈ ഡെൽറ്റ വൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ടെക്നിക്ക് പഠിച്ചത് അല്ലെ. ഡെൽറ്റ വൈ ഈസ് വാട്ട്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു dy. dy കാണാൻ നമ്മുടെ അടുത്ത് ഫോർമുല അവൈലബിൾ ആണ്. ഓക്കെ, സോ f of 3.02 നമുക്ക് എങ്ങനെ എഴുതാം? f of 3 പ്ലസ് സംതിങ്, f of 3യേക്കാൾ ഒരല്പം കൂടുതൽ. ഓക്കെ, f of 3 is what? f of 3 പ്ലസ് ഡെൽറ്റ വൈക്ക് പകരം നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു dy എന്ന് എഴുതി. ഓക്കെ, ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. എഫ് ഓഫ് 3 നമുക്കറിയാം 45 അല്ലെ. ഇനി dy കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചല്ലോ. വാട്ട് ഈസ് dy? dy കാണാനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷനിൽ ആകെ പഠിച്ചിരിക്കുന്നത് dy is equal to dy by dx into delta x. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? f dash x into delta x. ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ f dash x ആണ് സിമ്പിൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, y എന്നല്ല ഉപയോഗിച്ചത്. y ആണെങ്കിൽ dy by dx എഴുതും. ഇവിടെ f of x ആയതുകൊണ്ട് നമ്മൾ f dash x എന്നുള്ള ഈ സെക്കൻഡ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. സോ f of 3 is what? 45 അല്ലെ. 45 plus f dash x into delta x. ഇതാ dy യുടെ വാല്യൂ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തു. f dash x into delta x. Now what is f dash x? f dash x ഇവിടെ ഉണ്ടല്ലോ. 6x plus 5 എന്ന് എഴുതുന്നു. So 45 plus 6x plus 5 into delta x. ഇനി x ന്റെ വാല്യൂ
ഡെൽറ്റ എക്സിന്റെ വാല്യൂ നമ്മൾ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ നമുക്ക് ആൻസർ കിട്ടും. വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ഇക്വൽ ടു 3. കണ്ടോ? ഡെൽറ്റ എക്സ് ഇസ് ഇക്വൽ ടു വാട്ട്? 0.02. സോ 6 into 3 plus 5 into 0.02. എക്സിന്റെ വാല്യൂ കൊടുത്തു, ഡെൽറ്റ എക്സിന്റെ വാല്യൂ കൊടുത്തു. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6 into 3 18, 18 plus 5 23, 23 into 2 എന്ന് വരും അല്ലെ? 0.02. 23 into 0.02. വാട്ട് ഈസ് 23 into 0.02? 0.46. ശരിയല്ലേ? സിമ്പിൾ മൾട്ടിപ്ലിക്കേഷനിൽ ഇവിടെ വന്നത് നോക്കൂ. സോ വാട്ട് ഈസ് ദി ആൻസർ? ഫൈനൽ ആൻസർ 45.46. Clear? 45.46. Therefore, f of 3.02 is equal to 45.46 എന്ന് ആൻസർ കിട്ടും. നോക്കൂ നിങ്ങൾ, നമ്മളിവിടെ 3.02യുടെ സ്ക്വയർ ചെയ്തിട്ടില്ല, 5 into 3.02 ചെയ്തിട്ടില്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് ഡിഫറൻഷ്യൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് എഫ് ഓഫ് 3.02ന്റെ വാല്യൂ. ഓക്കെ, നോക്കൂ നിങ്ങൾ, എഫ് ഓഫ് 3.002 0.002 ചോദിച്ചു വിചാരിച്ചോ. 3.002 ചെയ്ത് ചോദിച്ചാലും നമുക്ക് നോക്കൂ നിങ്ങൾ, സ്ക്വയർ ഒക്കെ കാണുന്ന ഭയങ്കര റിസ്ക് ആണ്, ഹൈ റിസ്ക് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0.002 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏത് ഫംഗ്ഷന്റെയും ആൻസർ കാണാൻ പറ്റും. ഇതാണ് അപ്രോക്സിമേഷൻസ് ബൈ ഡിഫറൻഷ്യൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 8. Find the approximate value of f of 2.01 where f of x is equal to 4x square plus 5x plus 2. ഇത് ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ ആൻസർ. നമ്മൾ എക്സ് ആയിട്ട് എന്ത് സെലക്ട് ചെയ്യും? ഇവിടെ നോക്കൂ, എഫ് ഓഫ് 2.01 ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ഇക്വൽ ടു 2, ഡെൽറ്റ എക്സ് ഇസ് ഇക്വൽ ടു 0.01. ക്ലിയർ ആണല്ലോ? 2.01 കിട്ടിയല്ലോ. വാട്ട് ഈസ് ഫംഗ്ഷൻ? 4x square plus 5x plus 2. ഡെറിവേറ്റീവ് പറയൂ. എഫ് ഡാഷ് എക്സ് ഇസ് ഇക്വൽ ടു 8x plus 5. Okay, polynomial function അല്ലേ? x square derivative with 2x, so 8x plus 5. Now what is f of 2? നമ്മൾ ആദ്യം f of 2 ചെയ്യണം. കണ്ടോ? f of 2.01 ആണ് ചോദ്യം. പക്ഷെ f of 2.0 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം f of 2 ചെയ്യണം. f of 2 നേക്കാൾ ഒരു അല്പം കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. So what is f of 2? 4 into 2 square plus 5 into 2 plus 2. Clear? What is this? This is 28. അപ്പൊ 28 plus something ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. So f of 2.01 is equal to f of 2 plus something, f of 2 plus delta y, that is f of 2 plus dy. This is approximate value. ഇത് approximate ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും delta y equal to dy അല്ല, approximate value. നമ്മുടെ ചോദ്യം തന്നെ approximate value എന്ന്. കണ്ടോ? approximate value ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. approximate value ആണ് dy. dy കാണാനുള്ള ഫോർമുല നമുക്കറിയാം, f dash x into delta x. അതിവിടെ അപ്ലൈ ചെയ്യുന്നു. f of 2 plus f dash x into delta x. Now what is f of 2? ഇവിടെ 28 എന്ന് കൊടുക്കുന്നു. 28 plus f dash x is 8x plus 5 into delta x. Now put x is equal to 2 and delta x is equal to 0.01. 28 plus 8 into 2 plus 5 into 0.01. That is the 21 into 0.01 is 0.21. So final answer is 28.01. നോക്കൂ നിങ്ങൾ, ഇവിടെ ചെറിയ കാൽക്കുലേഷൻ 21 into 0.01 എന്നുള്ള ഒരു കാൽക്കുലേഷനും 8 into 2 plus 5 എന്നുള്ള ചെറിയ രണ്ട് സിമ്പിൾ കാൽക്കുലേഷൻ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2.01ന്റെ സ്ക്വയർ ചെയ്യണം അല്ലെ? 2.01ന്റെ സ്ക്വയർ എഴുതണം, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ പ്ലസ് ചെയ്യണം, പിന്നെ 5 into 2.01 ചെയ്യണം. മാത്രമല്ല ഈ 2.01ന്റെ പൊസിഷനിൽ 2.0001 ചോദിച്ചു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആകെ എന്താ വ്യത്യാസം ഉണ്ടാവുക? ഇവിടെ 0.0001 കൊടുത്താൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. മറ്റേത് ഇവിടെ 2.001ന്റെ സ്ക്വയർ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കും. ഓക്കെ, അതാണ് ഡിഫറൻഷ്യൽസിന്റെ അഡ്വാൻറ്റേജ്. ക്ലിയർ? 28.01 ആണ് നമ്മുടെ വാല്യൂ, ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് 2.01. ഇനി എഫ് ഓഫ് 10.005 ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എഫ് ഓഫ് 10 ചെയ്യും അല്ലെ? എഫ് ഓഫ് 10 ചെയ്യും, ഡെൽറ്റ എക്സ് നമ്മൾ 0.05 ആക്കി എടുക്കും, എന്നിട്ട് ഇതുപോലെ പ്രൊസീഡ് ചെയ്താൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. Find the approximate change in volume V of a cube of side x meters caused by increasing the side by 1%. സൈഡിലുള്ള ചേഞ്ച് ആണ് 1%. അപ്പൊ നമ്മൾ സൈഡ് ആയിട്ട് തൽക്കാലം എക്സ് സെലക്ട് ചെയ്യണം. സൈഡിന് എക്സ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എക്സ് മീറ്റേഴ്സ്. ഡെൽറ്റ എക്സ് ആയിട്ട് നമ്മൾ എന്ത് സെലക്ട് ചെയ്യും? 1% ആണ് അല്ലെ? ചേഞ്ച് ഇൻ എക്സ് ഈസ് 1%. So delta x is equal to 1% of x എന്ന് എഴുതണം. 1% എന്ന് എഴുതിയാൽ പോരാ, പ്രത്യേകം ശ്രദ്ധിക്കുക. 1% of x. What is 1% of x? 1% means what? 1/100. അല്ലെ? 1% means what?
1/100. 1/100 എങ്ങനെ നമുക്ക് ഡെസിമൽ ആക്കി എഴുതാം? 1/100 is equal to 0.01 അല്ലെ? 0.01 0.01 x എന്ന് കിട്ടും. ക്ലിയർ? 0.01 x. ഇനി വോള്യം ആണ് ചോദ്യം അല്ലെ? വോള്യം കാണാനുള്ള ഫോർമുല എന്താണ്? വോള്യം ഓഫ് എ ക്യൂബ്. യെസ്, വോള്യം ഓഫ് എ ക്യൂബ് is equal to v is equal to x cube. v equal to x cube. Now ചേഞ്ച് ഇൻ വോള്യം ആണ് ചോദ്യം. അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോള്യം ആണ്. ചേഞ്ച് ഇൻ വോള്യം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ആണ്. ബട്ട് അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോള്യം എന്ന് പറഞ്ഞാലോ, അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോള്യം എന്ന് പറഞ്ഞാൽ ഡി വി ആണ്. അതാണ് ഡെൽറ്റ വിയും ഡി വിയും തമ്മിലുള്ള വ്യത്യാസം. ഡി വി കാണാൻ ചോദ്യം. ഡി വി കാണാനുള്ള ഫോർമുല എന്താണ്? വാട്ട് ഈസ് ഡി വി? അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോള്യം. ഡി വി is equal to yes ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. നേരത്തെ ഡി വൈ അല്ലേ നമ്മൾ എഴുതിയ? ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇവിടെ ഡി വി ആണ്. സോ ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. Now what is dv by dx? ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതല്ലേ v. v equal to x cube അല്ലേ? So what is derivative of v with respect to x? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. 3x square അല്ലെ? 3x square into delta x. Now what is delta x? delta x ന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു 3x square into 0.01 x. കണ്ടോ, delta x ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി. So final answer is 0.03 x cube. x square into x cube. So change in volume is 0.03 x cube meter cube എന്നാണ് നമ്മുടെ ആൻസർ. ഇനി എന്താ അതിന്റെ മീനിങ്? സൈഡ് 1% ചേഞ്ച് ആയപ്പോൾ ചേഞ്ച് ഇൻ വോള്യം ആണ് എന്ത്? അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോള്യം ആണ് 0.03 x cube. ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം. നമുക്ക് ഒരാള് ഒരു ക്യൂബിന്റെ സൈഡ് മെഷർ ചെയ്തു. ക്യൂബിന്റെ സൈഡ് മെഷർ ചെയ്തപ്പോൾ അയാൾക്ക് 5 സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടി. എന്താണ്? 5 ആണ് കറക്റ്റ് ആൻസർ. സൈഡിന്റെ ലെങ്ത് 5. അപ്പൊ അതിന്റെ വോള്യം എന്തായിരിക്കും? ക്യൂബ് ആയതുകൊണ്ട് 5 ക്യൂബ് ആയിരിക്കും ആൻസർ അല്ലെ? 5 into 5 into 5 5 ക്യൂബ് is equal to 125 ആണ് ആൻസർ. ക്ലിയർ? ഇനി സൈഡ് 1% ഇൻക്രീസ് ചെയ്തു. 1% എന്ന് പറഞ്ഞാൽ എത്ര? 0.01 ആണ് അല്ലെ? 0.01 into 5 ആണ് അല്ലെ? ഇപ്പൊ 0.05 എന്ന് വരും. 5ന്റെ 1% എന്ന് പറഞ്ഞാൽ 0.05. അപ്പൊ 5 ഉള്ളത് എന്തായി? 5.05 ആയി. ക്ലിയർ? 1% ഇൻക്രീസ് ചെയ്തു. 5ൽ 1% ഇൻക്രീസ് ചെയ്താൽ 5.05. അപ്പൊ ന്യൂ വോള്യം എന്തായിരിക്കും? 5.05 ആണ് സൈഡ് എങ്കിൽ വോള്യം എന്താണ്? 5.05ന്റെ ക്യൂബ്. അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 128.78 ആൻസർ കിട്ടും. ഓക്കെ, ഇതിന്റെ ക്യൂബ് നിങ്ങൾ കണ്ടു നോക്കിയാൽ 128.78. അപ്പൊ എത്രയായി ചേഞ്ച് നോക്കൂ. ആദ്യം 125 ആയിരുന്നു, ഇപ്പൊ 128.78 ആണ്. അപ്പൊ നമുക്ക് ആൻസർ ഡിഫറൻസ് കണ്ടാൽ ചേഞ്ച് കിട്ടും അല്ലെ? അത്രയായിരിക്കും ആൻസർ. 3.78 ആയിരിക്കും ചേഞ്ച് ഇൻ വോള്യം. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കൂ. നമ്മളിത് യൂഷ്വൽ മെത്തേഡിൽ ചെയ്താണ്. ഇത് കുറച്ച് റിസ്ക് ആണ്. ഇതിന് വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. പക്ഷെ ഇവിടെ നോക്കൂ നിങ്ങൾ, 0.03 x ക്യൂബിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.035 ക്യൂബ്. ഇവിടെ x ഞാൻ 5 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ 3.75 എന്ന് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇത് അപ്രോക്സിമേറ്റ് ചേഞ്ച് ആണ്, ഇത് ചേഞ്ച് ഇൻ വോള്യം ആണ് 3.78. ഏകദേശം ഒരേ വാല്യൂ വന്നില്ലേ? ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ഈ x = 5ന് പകരം x = നമ്മൾ 10 ആക്കി വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ ഇതേപോലെ ചെയ്യേണ്ട. ആദ്യം 10ന്റെ ക്യൂബ് കാണണം, പിന്നെ 10.0 അങ്ങനെ പെർസെന്റേജ് കാണണം. അതൊന്നും ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഓക്കെ, അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. 0.03 10 ക്യൂബ് ചെയ്താൽ ഇവിടെ 10 ആകുമ്പോൾ ആൻസർ കിട്ടും. അങ്ങനെ ജനറൽ ആൻസർ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് പറഞ്ഞു തരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10. ദി അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോള്യം of a cube of side x meters caused by increasing the side by 3%. സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ നമ്മൾ സൈഡ് ആയിട്ട് x എടുക്കുന്നു. സൈഡ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് 3% ആണ്. 3%. അപ്പൊ ഡെൽറ്റ എക്സ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം? 3% ഓഫ് എക്സ് എന്ന് എഴുതണം. 3% എന്ന് എഴുതിയാൽ പോരാ, 3% ഓഫ് എക്സ് എന്ന് തന്നെ എഴുതണം. 3% മീൻസ് വാട്ട്? 0.03 x. Now what is volume? Volume of a cube is x cube. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡി വി ആണ് ചോദ്യം. അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോള്യം മീൻസ് ഡി വി is equal to dv by dx into delta x. Okay, what is dv by dx? Derivative of v with respect to x. 3x square ആണ് അല്ലെ? 3x square into delta x. delta x ന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു 3x square into 0.03x. So 0.09 x cube എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോള്യം is dv 0.09 x cube meter cube എന്ന് ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആണ്, നേരത്തെ ചെയ്ത അതേപോലെ. ഇവിടെ 3% എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, 3% ഓഫ് എക്സ് എന്ന് തന്നെ എഴുതണം. 3% എന്ന് എഴുതിയാൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവിടെ നിങ്ങളുടെ വാല്യൂ ആൻസറിൽ എക്സ് ക്യൂബ് എന്ന് വരില്ല, എക്സ് സ്ക്വയർ എന്ന് മാത്രമായിട്ട് മാറും. ഓക്കെ, ഇവിടെ ഒരു ചെറിയ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ എറർ കാൽക്കുലേഷനിൽ ഇനി വേറെ എറർ വരാൻ പാടില്ല. ഇത് ഓൾറെഡി എറർ കാൽക്കുലേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മറ്റൊരു എറർ സംഭവിക്കാൻ പാടില്ല. ഇപ്പൊ 3% ഓഫ് എക്സ് എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതണം, വെറും 3% എന്ന് എഴുതരുത്. ക്ലിയർ?
11. If the radius of a sphere is measured as 9 centimeter with an error of 0.03 centimeter, then find the approximate error in calculating its volume. ഇവിടെ സ്ഫിയറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. റേഡിയസ് 6 ആണ് തന്നിട്ടുണ്ട്, r=9 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. r=9, വി വോള്യത്തിന് നമ്മൾ v എന്ന് കൊടുക്കുന്നു, റേഡിയസ് 9 എന്ന് എടുക്കുന്നു. ഡെൽറ്റ ആർ നോക്കുന്നു നിങ്ങൾ, ഡെൽറ്റ ആർ ഈസ് 0.03 സെന്റിമീറ്റർ എന്നാ പറഞ്ഞത്, 0.03 അങ്ങനെ തന്നെ എഴുതി. ഡെൽറ്റ ആർ = 0.03. Now what is volume of a sphere? നിങ്ങൾ പറയൂ, പണ്ട് പഠിച്ചതല്ലേ നിങ്ങൾ, വോള്യൂം ഓഫ് എ സ്ഫിയർ v = 4/3 πr³. ഇത്രയും ഡാറ്റാസ് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ ആവശ്യമുള്ളൂ. ഇനി ചോദ്യം അപ്രോക്സിമേറ്റ് എറർ ഇൻ വോള്യൂം എന്നാണ്, dv ആണ് ചോദ്യം. ഓക്കെ, അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോള്യൂം മീൻസ് വാട്ട്? dv. dv കാണാനുള്ള ഫോർമുല നിങ്ങൾ പറയൂ. dv = s. ഇവിടെ വോള്യൂം നിൽക്കുന്നത് റേഡിയസിലാണ് അല്ലെ, ഇവിടുത്തെ വേരിയബിൾ റേഡിയസ് ആണ്, r ആണ്. സോ dv/dx പറ്റോ? ഇല്ല. dv/dr into delta r. ക്ലിയർ ആണല്ലോ? dv/dr into delta r. What is dv/dr? Derivative of v with respect to r. ഇങ്ങോട്ട് നോക്കൂ, ഡെറിവേറ്റീവ് ഓഫ് v with respect to r. r³ ഡെറിവേറ്റീവ് മാത്രമേ ആവശ്യമുള്ളൂ അല്ലെ. r³ ഡെറിവേറ്റീവ് എന്താണ്? 3r². സോ this is equal to 4/3 3r². പൈ അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. r³ ഡെറിവേറ്റീവ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്ന 3r² into delta r. Delta r is what? അപ്പൊ നമ്മൾ r-ന്റെ വാല്യൂ 9 എന്ന് കൊടുക്കുന്നു, ഡെൽറ്റ r-ന്റെ വാല്യൂ 0.03. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ r-ന്റെ വാല്യൂ 9, ഡെൽറ്റ r-ന്റെ വാല്യൂ 0.03 രണ്ടും അപ്ലൈ ചെയ്തു. ഇനി 4 9² 0.03 ഈ 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പൈ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, പൈയുടെ വാല്യൂ എഴുതേണ്ട, പൈ റിമെയിൻസ് as പൈ എന്ന് തന്നെ എഴുതിയാൽ മതി. സോ ഫൈനൽ ആൻസർ ഈസ് 9.72 പൈ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് ചേഞ്ച് ഇൻ വോള്യൂം dv. dv is equal to approximate error in volume, that is equal to 9.72 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ dv തന്നെയാണ്, സെയിം ഫോർമുലയാണ് ഉപയോഗിച്ചത്. dv/dr into delta r. r തന്നിട്ടുണ്ട്, ഡെൽറ്റ r തന്നിട്ടുണ്ട്. വോള്യൂം ഓഫ് സ്ഫിയർ തന്നിട്ടുണ്ടാവില്ല, അത് നമുക്ക് അറിയണം. വോള്യൂം ഓഫ് എ സ്ഫിയർ ഈസ് 4/3 πr³ നമ്മൾ പണ്ട് പഠിച്ച റിസൾട്ടുകളാണ്, അത് നമുക്ക് ഓർത്തെടുക്കണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 12. If the radius of a sphere is measured as 9 meter with an error of 0.03 meter, then find the approximate error in calculating its surface area എന്നാണ്. ഓക്കെ, ഇവിടെ റേഡിയസ് ഓഫ് എ സ്ഫിയർ നമുക്ക് 6 എന്ന് എടുക്കണം. സർഫസ് ഏരിയക്ക് ഞാൻ തൽക്കാലം s എന്ന് കൊടുത്തിട്ടാണ്. ഓക്കെ, സർഫസ് ഏരിയ s എന്ന് സെലക്ട് ചെയ്തു. റേഡിയസ് r = 9, ഡെൽറ്റ r = 0.03. ശരിയാണല്ലോ? r = 9, ഡെൽറ്റ r = 0.03. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് അറിയണം. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ കാണാനുള്ള ഫോർമുല നമുക്ക് അറിയണം. വാട്ട് ഈസ് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ? സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ, മൊത്തം സർഫസ് ഏരിയ കിട്ടണം. എന്താണ് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ നമ്മൾ പഠിച്ചത്? യെസ്, 4πr². ഈ 3 ഡാറ്റാസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി അപ്രോക്സിമേറ്റ് എറർ ഇൻ സർഫസ് ഏരിയ ആണ് ചോദ്യം. എന്താ അപ്രോക്സിമേറ്റ് എറർ ഇൻ സർഫസ് ഏരിയ? സർഫസ് ഏരിയക്ക് നമ്മൾ s എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ds എന്താണ് ചോദ്യം. ഓക്കെ, ds. വാട്ട് ഈസ് ds? പറയൂ. ds is equal to ds by ഇവിടെ r² അല്ലേ ഉള്ളത്, ds/dr into delta r. Clear? ds/dr into delta r. Now what is ds/dr? What is the derivative of s with respect to r? നോക്കൂ, r² ഡെറിവേറ്റീവ് 2r അല്ലേ, 8πr into delta r. 8πr into delta r. What is delta r? 0.03. ഓക്കെ, ഇനി r = 9 എന്ന് കൊടുക്കുന്നു. 8π into 9 into 0.03. ഓക്കെ, r-ന്റെ വാല്യൂ 9 എന്ന് തന്നിട്ടുണ്ട്. നൗ മൾട്ടിപ്ലൈ 8, 9 and 0.03, 2.16 പൈ എന്ന് നമുക്ക് ആൻസർ കിട്ടും. പൈ നമ്മൾ ഒന്നും ചെയ്യേണ്ട, പൈയുടെ വാല്യൂ എഴുതേണ്ട ആവശ്യമില്ല. 2.16 പൈ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി. Therefore, approximate error in surface area, then ds is equal to 2.16 പൈ മീറ്റർ സ്ക്വയർ. ഇവിടെ ക്വസ്റ്റ്യനിൽ മീറ്ററിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് മീറ്റർ സ്ക്വയർ എന്ന് നമ്മൾ ആൻസർ എഴുതും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ അപ്രോക്സിമേഷൻസ് ബൈ ഡിഫറൻഷ്യൽസ് എന്നുള്ള സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരുന്നുണ്ട്. അസൈൻമെന്റ്സ് എല്ലാം നിങ്ങൾ 8, 9, 10, 11 ചെയ്ത് നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത മോഡലാണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ ജസ്റ്റ് ചെറിയ ഹിന്റ്സ് പറയാം. ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദി ഫോളോയിങ് യൂസിങ് ഡിഫറൻഷ്യൽസ് എന്നാണ്. ഇവിടെ 32.15 raised to 1/5 ആണ്. ഓക്കെ, 5th റൂട്ട് ആണ് ചോദ്യം. 5th റൂട്ട് നമുക്കറിയാം 2 raised to 5 ആണ് 32. അപ്പൊ 32 എന്തുണ്ട്? 5th റൂട്ട് ഉണ്ട്. 32ന്റെ 5th റൂട്ട് 2 ആണ്. അപ്പൊ 2 പ്ലസ് സംതിങ് ആണ്. ഇവിടെ x ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് 32 ആണ്.
ബാക്കിയുള്ളതാണ് നിങ്ങൾ ഡെൽറ്റ എക്സ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ 3.968 3/2 ആണ് അല്ലെ. പവർ 3/2 കാണണമെങ്കിൽ ഇവിടെ 4 വരണം. അപ്പൊ 4 ആണെങ്കിൽ കറക്റ്റ് ആൻസർ ഉണ്ട്. 4^3/2 ഉണ്ട്. 4 ആണ് നിങ്ങൾ എക്സ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ള നമ്പർ ആണ് മൈനസ് സംതിങ് ആയിരിക്കും ഇവിടെ ഡെൽറ്റ എക്സ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ ആൻസർ എങ്ങനെ തുടങ്ങാം? 4^3/2 എന്ന് പറഞ്ഞാൽ എത്ര? 4^3/2 ആൻസർ 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. 2 ക്യൂബ് 8 എന്ന് വരും. 8 പ്ലസ് സംതിങ് അല്ലെങ്കിൽ 8നേക്കാൾ കുറച്ച് ചെറുതായിരിക്കും ഇതിന്റെ ആൻസർ. 8 പ്ലസ് സംതിങ് എന്നാണ് എഴുതുക, പക്ഷെ സംതിങ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് എന്ന ആൻസർ കിട്ടും. സോ 7 പോയിന്റ് ആണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, 7 പോയിന്റ് സംതിങ് ആയിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. ഇങ്ങോട്ട് വരുമ്പോ ഫോർത്ത് റൂട്ട് ആണ് ചോദ്യം അല്ലെ. 81 കറക്റ്റ് ഫോർത്ത് റൂട്ട് ഉണ്ട്. ഇവിടെ 16 സ്ക്വയർ ഫോർത്ത് റൂട്ട് ഉണ്ട്. അപ്പൊ 16 ആയിട്ട് എടുക്കണം. 16/81 16/81 ആണ് നമ്മൾ എക്സ് സെലക്ട് ചെയ്യേണ്ടത്. 1/81 ആയിട്ട് നമ്മൾ എന്ത് സെലക്ട് ചെയ്യും? ഡെൽറ്റ എക്സ് സെലക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇന്ന് തന്നെ ഈ പഠിക്കുന്ന അന്ന് തന്നെ ഇത് കൃത്യമായിട്ട് പഠിക്കുകയും അസൈൻമെന്റും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഏരിയ ക്ലിയർ ആയിട്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്രോക്സിമേഷൻസ് ബൈ ഡിഫറൻഷ്യൽസ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക്സ് വൺ ആൻഡ് ഓൾ.